ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് പല്ലി പാറ്റ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം മാറാനൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായി കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട്. അതാ കുറച്ച് കല്ലുപ്പാണ് എടുക്കുന്നത്. പരലുപ്പ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. പരലുപ്പ് എടുക്കുക കേട്ടോ. പരലുപ്പുള്ളവർ പരലുപ്പ് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് ലൈസോളാണ് കേട്ടോ. ലൈസോള് അതുപോലത്തെ നമ്മുടെ ഫ്ലോർ ക്ലീനറൊക്കെ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പെനോയിലൊക്കെ ബാക്കിയുണ്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി വേണ്ടത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. ഒരല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സിങ്ങിലേക്ക് നമുക്ക് വേണ്ടത് സ്പോഞ്ചാണ്. ഒന്നുകിൽ സ്പോഞ്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ സ്പോഞ്ച് ഇല്ലാത്തവർ നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുക്കാം കേട്ടോ. അത് നന്നായി നനഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ ഉപ്പൊന്ന് ജസ്റ്റ് അലിയണം. പരലുപ്പാണ് ഏറ്റവും ബെറ്റർ. പരലുപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം നമുക്ക് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് ന്യൂസ് പേപ്പർ എടുത്ത് കൊടുക്കുന്നു. ന്യൂസ് പേപ്പറിൻ്റെ ഓരോരോ പീസ് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് അധികം കാര്യങ്ങളൊന്നും വേണ്ട. കുറച്ച് പരലുപ്പ്, അതുപോലെ തന്നെ വിനാഗിരി, ലൈസോൾ, ഇത് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഒരു പീസാണ് നമ്മൾ എലി പാറ്റി വരുന്നിടത്ത് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പല്ലിയൊക്കെ വരുന്ന ആ ഏരിയകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചെടുക്കുക. അപ്പോൾ പലരും പറയും ഇതിൻ്റെ ആ ഒരു നനവ് വിട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് വിട്ടു പോവില്ലേ എന്നത്. എങ്കിലും ആ ഒരു നനവിൻ്റെ ഒരു അംശം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പല്ലിയൊന്നും വരില്ല കേട്ടോ. ഇനി ഒരു പീസ് നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു പീസ് നമുക്ക് നമ്മുടെ സ്റ്റോർ റൂമിൽ കുപ്പികളൊക്കെ വെക്കുന്ന ഭാഗത്ത് സാധാരണയായി കൂടുതലായി പല്ലിയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അവിടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പല്ലിയുടെ അതുപോലെ തന്നെ ഉറുമ്പ് പാറ്റയുടെ ഒക്കെ ശല്യം ഉള്ളത്, ആ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്നുകിൽ സ്പോഞ്ചോ അല്ലെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പീസോ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ തിരികെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ശല്യം നമുക്ക് മാറി കിട്ടും. ഇനി നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മൾ ഇനി ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അത് പ്രത്യേകിച്ച് നമ്മുടെ രാത്രി സമയങ്ങളിൽ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ വെള്ളം ഒഴിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിയിലുള്ള പാറ്റകളൊക്കെ ചത്തുപോകും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോകളുമായി കാണാം. അതുവരേക്കും ബൈ.